എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡ് ഇന്ന് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നല്ലൊരു എപ്പിസോഡായിരുന്നു. ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ ചിപ്പിയും പപ്പിയും ശ്യാമയും ശാലിനിയും ശാരദ ടീച്ചറെല്ലാം കൂടെ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ പപ്പിമോളോട് സത്യഭാമ ചോദിക്കുന്നുണ്ട്, മോള് നിനക്കിപ്പോൾ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ പപ്പിമോള് പറയുന്നു, ഇല്ല ഞാൻ സത്യഭാമയെ കാണാൻ വേണ്ടി വന്നതല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. ആ സമയത്ത് ശാരദ ടീച്ചർ പറയുന്നത്, ഞങ്ങൾ വന്നത് വേറൊരു കാര്യം പറയാനാണെന്ന് പറയുന്നു. ഇങ്ങനെ കുടുംബശ്രീയിലെ ലോണ് സത്യഭാമയ്ക്ക് ശരിയായി എന്ന് പറയാനാണ് വന്നതെന്ന് പറയുന്നു. അപ്പം നമ്മുടെ സത്യഭാമ പറയുന്നത്, നിങ്ങളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ശാലിനി പറയുന്നു, ഔദാര്യമായിട്ടല്ല, എൻ്റെ അമ്മയ്ക്കാണ് ആദ്യം ലോൺ പാസ്സായത്, എന്നാലും അത് സത്യഭാമ എടുത്തോളൂ എന്നുള്ള രീതിയിൽ അവർ പറയുകയാണ്. അപ്പോൾ സത്യഭാമയുടെ അഹങ്കാരത്തിനൊട്ടും കുറവില്ലല്ലോ, അവരൊട്ടും സമ്മതിച്ചു കൊടുക്കത്തില്ലല്ലോ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ രോഹിത് വെള്ളമടിച്ച് കറങ്ങി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ എല്ലാവരും കൂടെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സമയത്താണ് നമ്മുടെ വിഷ്ണു അതിലേ പോകുന്നത്. അപ്പം വിഷ്ണു അത് കാണുന്നു. അങ്ങനെ ലോറിയിൽ നിന്ന് ചാടി ഇറങ്ങി അവരെയൊക്കെ മാറ്റുന്നു. അപ്പം രോഹിത് പറയുന്നു, നീ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായെന്നും പറഞ്ഞിട്ട് നമ്മുടെ വിഷ്ണുവിനെ കുറ്റപ്പെടുത്തുകയാണ്. നന്നായിട്ട് കുറ്റപ്പെടുത്തുന്നത്. കാരണം അവൻ്റെ മനസ്സിലിപ്പോഴും വിഷ്ണുവിൻ്റെ മകളെയാണല്ലോ താൻ കൊണ്ടു നടക്കുന്നത് എന്നുള്ള ചിന്തയാണ്. അങ്ങനെയാണ് ആ സീനൊക്കെ കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഭയങ്കര പ്രണയ നിമിഷങ്ങളാണ് ഇങ്ങനെ കാണിക്കുന്നത്. ശാലിനിയുടെ അടുത്ത് നിന്നിട്ട് ശാലിനിയോട് പറയും, നമുക്കൊരു നൈറ്റ് ഡ്രൈവിന് പോയാലോ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയാലോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ചോദിക്കുന്നു. അങ്ങനെ ശാലിനിയും വിഷ്ണുവും കൂടെ നൈറ്റ് ഡ്രൈവിന് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ സത്യഭാമയാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയാണ്. അപ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്ക് ഭാമയെന്ന് പറയുന്നു. അപ്പം ഭാമ പറയുന്നില്ല, എൻ്റെ മോൻ വന്നിട്ടേ കഴിക്കുള്ളൂ. വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ അടുത്ത് ഭയങ്കര എന്താ പറയുക, കറങ്ങി നടക്കുകയാണ്. അമ്മയെക്കുറിച്ച് പോലും ഓർക്കുന്നില്ല. അപ്പോൾ സത്യഭാമ ഈ ഫുഡ് ഇങ്ങനെ ഇടയ്ക്ക് തുറന്ന് നോക്കും, മകനെ കാണുന്നില്ല. അങ്ങനെ മകന് വേണ്ടി ആ ഫുഡുമായിട്ട് അമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സീനാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരിക്കും. അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.